അതെ, 2026 ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് സ്വാഗതം. നമുക്കിപ്പോ 2026 വലിയ പരിചയമൊന്നുമില്ല, സോ നമുക്ക് പാസ്റ്റ് സംസാരിക്കാം. 2025 നിങ്ങൾ എന്ത് പഠിച്ചു? എന്നെ സംബന്ധിച്ച് 2025 ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ഇയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ മുതലെടുക്കുന്ന ഒരുപാട് പേരുടെ മുഖത്ത് നോക്കിയിട്ട് ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒറ്റയടിക്ക് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആ ഒരു വാക്കിന്റെ മൂല്യം എത്രത്തോളാണെന്ന് തിരിച്ചറിഞ്ഞു. പക്ഷെ എന്നാലും സാധിക്കാതെ പോയൊരു നിമിഷങ്ങൾ ഉണ്ടായിരുന്നു. പിന്നാണല്ലോ നമുക്ക് തിരിച്ചറിവുണ്ടാവുക. എന്നാലും സെൽഫ് റെസ്പെക്ട് നന്നായിട്ടൊരു ഇമ്പോർട്ടന്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്റെ തലയിലേക്ക് വീഴാൻ വന്ന പല വള്ളികളും ജസ്റ്റ് ഒന്ന് വഴിതിരിച്ചു വിടാൻ പറ്റിയിട്ടുണ്ട്. ഇനി വേറൊന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ വാല്യൂ, നമ്മുടെ ടൈം അതൊക്കെ നശിപ്പിച്ചുകൊണ്ട് വേറൊരാൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് അങ്ങനെ വന്ന സാഹചര്യത്തിലൊക്കെ സലാം പറഞ്ഞു വരാൻ പറ്റിയിട്ടുണ്ട്. തിരിച്ചറിവ് നോക്കുകയാണെങ്കിൽ നമ്മളൊരു ബിസിനസ് അല്ലെങ്കിൽ എനിത്തിങ് നല്ലൊരു പൊസിഷൻ തിരഞ്ഞെടുക്കുന്ന സാഹചര്യം വരുമ്പോ ആരൊക്കെ കൂടെ നിൽക്കില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അഥവാ ഒരിടൊക്കെ കഷ്ടകാലത്തിൽ നമ്മളെങ്ങാനും വിന്നായാലോ അന്ന് കൈയടിക്കാൻ ഇവരൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ എത്രയൊക്കെ പരിശ്രമിച്ചാലോ എത്രയൊക്കെ വിജയിച്ചാലോ ഒരു ലൈക്ക് കൊണ്ട് പോലും നമ്മൾ നോവിക്കാത്ത കുറച്ച് പേരുണ്ട്. ഓരൊക്കെ പുതിയ പഠന പ്രകാരം അസൂയ, കുശുമ്പ് എന്നൊക്കെ പേരിട്ട് വിളിക്കുന്നുണ്ട്. ഓരെ പറ്റി പറയുകയാണെങ്കിൽ ഓരെ പറ്റിയൊക്കെ എന്ത് പറയാനാ, പുകഞ്ഞ കൊള്ളി പുറത്ത്, അത്ര തന്നെ. നമ്മളെ ചുറ്റിപ്പറ്റി നമ്മളെ സ്നേഹിക്കുന്ന ഒരു സർക്കിൾ ഉണ്ട് നമുക്ക്. ആ സർക്കിൾ വിട്ടിട്ട് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കാൻ പോയാലാണ് ലാസ്റ്റ് കരയേണ്ടി വരാം. സോ ഉള്ള 2 3 ഇല്ലെങ്കിൽ 1 നല്ല മനുഷ്യരുണ്ടാവും. ഓരെ നമ്മൾ കൈവിടാതെ ചേർത്ത് പിടിക്കുക. എന്നെ സംബന്ധിച്ച് 2025 എനിക്കൊരു തിരിച്ചറിവിന്റെ വർഷമായിരുന്നു. അതുകൊണ്ട് തന്നെ 2026 മെച്ചൂർ ആയിട്ട് ക്ലിയർ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ഇൻഷാ അല്ലാഹ്. അപ്പൊ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ.